ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ടോർച്ച് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. മൃഗങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു നിഞ്ച ഒരു ദിവസം പരിക്ക് പറ്റിയ നിലയിൽ അവൻ ഒരു പൂച്ചയെ കിട്ടുന്നു. എന്നാൽ പിന്നീടാണ് ആ പൂച്ച ഒരു മോൺസ്റ്റർ ആണെന്നുള്ള കാര്യം അവന് മനസ്സിലാകുന്നത്. ഇത് ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു സീരീസ് ആയതുകൊണ്ട് ആഴ്ചയിൽ ഒരു എപ്പിസോഡ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അപ്പോട്ട് സമയങ്ങളാണ്. നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് നമ്മൾ കാണുന്നത് സ്കൂളിൽ നിന്നും വന്ന ഒരു കുട്ടിയെയാണ്. വിഷമിച്ചിരിക്കുന്ന അവനോട് എന്തു പറ്റിയെന്ന് ആരോ ചോദിക്കുന്നു. അവർ എന്നെ വീണ്ടും അനിമൽ വിസ്പർ എന്ന് പറഞ്ഞ് ഒരു വിചിത്ര ജീവിയാണെന്ന് പറഞ്ഞ് കളിയാക്കി. ജീറോ, ഡിഫറെന്റ് ആയിരിക്കുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല, അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. മറ്റാർക്കുമില്ലാത്ത പ്രത്യേക കഴിവുകൾ നിനക്കുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഒരു ദിവസം നിനക്കതെല്ലാം മനസ്സിലാകും എന്നൊരു പട്ടി അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജീറോയോട് സംസാരിക്കുന്ന 3 പേരെയാണ്. ഹേയ്, നമ്മുടെ സിംബായി ഡമൺ ലീഗിന്റെ നേതാവിനോടാണ് നീ സംസാരിക്കുന്നതെന്ന് മറക്കരുത്. ഈ സ്ഥലത്തിന്റെ ഓരോ ഇഞ്ചും ഞങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നവർ പറയുന്നു. ഇത് കേട്ട് ജീറോ നിനക്കൊന്നും ഒരു കഴിവില്ലെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുന്നു. ഇത് കേട്ട ഒരാൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ജീറോ അവനെ അടിച്ച് വെള്ളത്തിലിടുന്നു. ഹേയ്, ആരാ നീ ഒരു നിഞ്ചയാണോ? എന്ത് പറ്റി, പേടിച്ചു പോയോ? അവന്റെ അടുത്തോട്ട് നിങ്ങളെ 2 പേരെയും പറഞ്ഞു വിടാൻ എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവരെയും അടിച്ച് വെള്ളത്തിലിടുന്നു. ഇനി അവിടെ നിന്ന പണി പാളോന്ന് മനസ്സിലാക്കി അവർ 3 പേരും അവിടെ നിന്ന് എഴുന്നേറ്റോടുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് താങ്ക് യു ജീറോ. ഇനി അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യില്ല എന്നൊരു പൂച്ചയും കാക്കയും അവനോട് പറയുന്നു. എന്റെ കാര്യം വിട്ടേക്ക്, എനിക്കിപ്പോ അതൊക്കെ ശീലമായി. പിന്നെ എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് ജീറോ അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുന്ന അവന്റെ മുത്തശ്ശനെയാണ്. ഹേയ് ജീറോ, എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷിനോബിയുടെ ആയോധന കല ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചത് നിനക്ക് ഇങ്ങനെ ഒരു തെമ്മാടിയെ പോലെ പെരുമാറാൻ വേണ്ടിയാണോ? ഹേയ്, നിങ്ങളെ പോലെ ഒരു ഡൈനോസർ ആണോ ഷിനോബിയുടെ ആയോധന കല പഠിപ്പിക്കാൻ പോകുന്നത്? വായ അടച്ചു വെക്കടാ എന്ന് പറഞ്ഞ് 2 കുണായി എടുത്ത് അവന്റെ മുത്തശ്ശൻ അവന് നേരെ എറിയുന്നു. ജീറോ, ആസുമ ഫാമിലിയുടെ തലമുറകൾ പഴക്കമുള്ള ഷിനോബി കറ്റാനയാണിത്. അന്ന് സോഗൻ നേരിട്ടാണ് ഇത് നമ്മുടെ പൂർവികർക്ക് സമ്മാനിച്ചത്. ഇഡോ കാലഘട്ടത്തിലെ അമൂല്യമായ ഒരു കുടുംബ സ്വത്ത്. ഇതിന്റെ ട്രെയിനിങ്ങിനെ മാനിച്ചിട്ടെങ്കിലും ഒരു യഥാർത്ഥ ആസുമയെ പോലെ പെരുമാറാൻ ശ്രമിക്കുക എന്ന് മുത്തശ്ശൻ അവനോട് പറയുന്നു. ഒന്നും മൂർച്ച പോലും കൂട്ടാൻ പറ്റാത്ത പക്ക കുന്നംകുളം സാധനമാണത്. അതിനെയാണോ ഇത്ര ബിൽഡപ്പ്? ഓ, അപ്പൊ ഇതെല്ലാം നീ ഇപ്പോഴും ഫേക്ക് ആണെന്നാണ് വിചാരിക്കുന്ന അല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെയെല്ലാം ഇടിച്ചു പൊളിച്ച് അങ്ങിടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാം ശരിയാക്കി വെക്കുന്ന ജീറോയെയാണ്. വന്ന് കള്ളക്കളവിന് പ്രാന്തായെന്ന് തോന്നുന്നു. ക്രേസി ഫോസിൽ. ഹേയ് ജീറോ, ഞാൻ ടൗൺ ഹാളിൽ പങ്കെടുക്കാൻ പോവാണ്. ഈ വീടൊന്നും തുറന്നിട്ട് എങ്ങോട്ടും പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് ജീറോ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കാക്ക അങ്ങോട്ട് വരുന്നത്. സോ രാവിലെ അവൻ കണ്ട ആ കാക്കയായിരുന്നു അത്. ജീറോ, കാട്ടിലൊരു പൂച്ച പരിക്ക് പറ്റി കിടക്കുന്നുണ്ട്, അതിനെ രക്ഷിക്കണം എന്ന് ആ കാക്ക വിളിച്ചു പറയുന്നു. ഇത് കേട്ട് ജീറോ ആ കാക്കയുടെ കൂടെ ആ കാട്ടിലോട്ട് പോകുന്നു. അവിടെ എത്തിയ ജീറോ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു പൂച്ചയാണ്. നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇതിനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഹേയ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ജീറോ അതിനോട് ചോദിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ പൂച്ചക്കകത്തുള്ള എന്തോ ഒന്ന് സംസാരിക്കുന്നതാണ്. ഹേയ്, ആരാവിടെ? എന്നെ വിളിച്ചുണർത്താൻ ആർക്കാ ഇത്ര ധൈര്യം? റാഗോ, നാശത്തിന്റെ കറുത്ത നക്ഷത്രമേ, സൂര്യനെ വിഴുങ്ങുന്നവനെ, നിന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്റെ ശക്തി ഞങ്ങൾക്ക് താ. എന്നെ ശല്യപ്പെടുത്തിയതിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഞാൻ ആരുടെയും ഓർഡർ അനുസരിക്കാറില്ല. ഓ, അത് വളരെ കഷ്ടമായി പോയി. നിന്റെ അവസാനം ഇവിടെ വെച്ചായിരിക്കും എന്നാരോ ആ പൂച്ചയോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കണ്ണു തുറക്കുന്ന ആ പൂച്ചയാണ്. ഹേയ്, നീ എഴുന്നേറ്റോ? നിനക്ക് നന്നായി പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അത് മാറിക്കോളും. ഇതാ, ഇത് കഴിക്ക് എന്ന് പറഞ്ഞ് ജീറോ അവന് കഴിക്കാൻ ഫുഡ് കൊടുക്കുന്നു. ഹേയ്, എന്റെ പേര് ജീറോ, നിന്റെ പേരെന്താ എന്ന് ജീറോ അവനോട് ചോദിക്കുന്നു. ഒരു പൂച്ചയോട് സംസാരിക്കാൻ ഇവൻ എന്താ മണ്ടനാണോ എന്നത് ചോദിക്കുന്നു. ഹേയ്, നീ ആരെയാ മണ്ടൻ എന്ന് വിളിച്ചേ? എന്നെയാണോ? നിന്നെ രക്ഷിച്ച എന്നോട് ഇത് തന്നെ നീ പറയണം എന്ന് ജീറോ പറയുന്നത് കേട്ട് ആ പൂച്ച ഞെട്ടുന്നു. അവൻ മനുഷ്യനല്ല, അവൻ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞ് ആ പൂച്ച കട്ടിലിന്റെ അടിയിൽ ഒളിക്കുന്നു. ഹേയ്, പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. എനിക്ക് മൃഗങ്ങളോട് സംസാരിക്കാൻ സാധിക്കും. എനിക്കറിയാം അത് വളരെ വിചിത്രമാണെന്ന്, പക്ഷെ അതാണ് സത്യം.
ഇവന്റെ അടുത്ത് നിന്നും ഒരു സ്പെക്ട്രൽ എനർജി ഇല്ല. അതിനർത്ഥം ഇവൻ മനുഷ്യനാണ്. പക്ഷേ ഇതെങ്ങനെ എന്നാ പൂച്ച ചിന്തിക്കുന്നു. ശരി, ഇനി നിന്നെ പുറത്തു കൊണ്ടുവരാൻ എന്റെ കയ്യിൽ ഇതേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ ജ്യൂസ് അവൻ പുറത്തെടുക്കുന്നു. അത് കണ്ടതും ആ പൂച്ച ഓടി വന്ന് അത് കഴിക്കുന്നു. ഓ, അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുമല്ലേ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിലോട്ട് പോകാനുള്ള ഏറ്റവും നല്ല വഴി അവന്റെ വയറ്റിലൂടെയാണ് എന്നാ പൂച്ച അവനോട് പറയുന്നു. ഓ, ഒരു പൂച്ചയായ നീ സ്വയം ഒരു മനുഷ്യനാണെന്നാണോ വിചാരിക്കുന്നത്? ഹേയ്, ഞാൻ ജസ്റ്റ് ഒരു പൂച്ചയല്ല. എന്റെ പേര് റാഗോ. ഞാനൊരു ഇമ്മോർട്ടൽ ബീയിങ് ആണ്, ഒരു മനോനോക്കെ. അത് ആളുകൾ ഞങ്ങൾക്ക് തന്ന ഒരുപാട് പേരിൽ ഒന്ന് മാത്രമാണ്. ഇവൻ ഒരു മനുഷ്യൻ തന്നെയാണോ എന്നറിയാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയം ഇതാണ് എന്ന് റാഗോ മനസ്സിൽ ചിന്തിക്കുന്നു. ഞങ്ങളിൽ ഒരുപാട് പേർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ചിലർ മനുഷ്യരുടെ രൂപത്തിൽ, മറ്റു ചിലർ മൃഗങ്ങളുടെ രൂപത്തിൽ. ഓ, മനസ്സിലായി. പക്ഷെ ഒരു മനോനോഗിയായിട്ടുള്ള നീ എങ്ങനെയാ ഇങ്ങനൊരു സിറ്റുവേഷനിൽ പെട്ടെ എന്ന് ജീറോ ചോദിക്കുന്നു. സോ ഇതിനെക്കുറിച്ചൊന്നും അവൻ അറിയില്ലെന്ന് റാഗോക്ക് മനസ്സിലാകുന്നു. ഒരു മനോനോഗിയാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും എന്നോട് പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അവരെന്നെ അറ്റാക്ക് ചെയ്തു. ഹേയ്, നിന്നെ പോലെ അവരും ഒരു മനോനോഗിയല്ലേ? പിന്നെ എന്തിനാ നീ പറ്റില്ലെന്ന് പറഞ്ഞ്? കാരണം മറ്റുള്ളവരുടെ ശക്തികൾക്ക് പിന്നിൽ സ്വന്തം ബലഹീനത ഒളിപ്പിച്ചു വെച്ച് വലിയ ആളുകളെ പോലെ പെരുമാറുന്ന പാരസൈറ്റ്സിനെ എനിക്ക് ഇഷ്ടമല്ല. ഒരു മനുഷ്യനായ നിനക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഹേയ്, ഇതിനെക്കുറിച്ചൊന്നും മുൻപ് ഞാൻ കേട്ടിട്ടില്ലെന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ച് നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നല്ല. എനിക്ക് മൃഗങ്ങളോട് സംസാരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നീ മറന്നെന്ന് തോന്നുന്നു. അതിലും വലുതൊന്നും അല്ലല്ലോ മോനോനോഗി ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് എന്ന് ജീറോ അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റാഗോക്ക് പരിക്ക് പറ്റിയ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ലേഡിയാണ്. ഹേയ്, റിപ്പോർട്ടിംഗ് കിഷിമോജി ഹെഡ്ക്വാർട്ടേഴ്സ്. ചീഫ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കോർഡിനേറ്റ്സ് E16 ഒരു വനത്തിൽ ബ്ലഡിന്റെ അടയാളമുണ്ട്. അത് റാഗോടേതാണെന്ന് എനിക്ക് ഉറപ്പാണ്. അത് മാത്രമല്ല, ഇവിടെ അടുത്തൊരു സ്പെക്ട്രൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷെ അവന്റേതായിരിക്കും. അവൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട് എന്നാ ലേഡി റിപ്പോർട്ട് ചെയ്യുന്നു. ശരി, ഞാനൊരു സെർച്ച് ടീമിനെ അങ്ങോട്ട് അയക്കാം. നീ ഇപ്പൊ അവിടെ നിന്ന് പിന്മാറിക്കോ എന്നാരോ അവളോട് പറയുന്നു. സോ അത് കേട്ട് അവൾ അവിടെ നിന്ന് ഇൻവിസിബിൾ ആയി പോകുന്നു. അപ്പോഴാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് റാഗോയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീറോയെയാണ്. ഹേയ്, നിന്റെ മുറിവെല്ലാം ഹീലായല്ലോ. അപ്പൊ ശരിക്കും നീ ഒരു സാധാരണ പൂച്ചയല്ല അല്ലേ? ഓ, അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും നീ വിശ്വസിച്ചിട്ടില്ലായിരുന്നു അല്ലേ? അത് പിന്നെ ചാവാൻ കിടക്കുന്ന ഒരു പൂച്ച പിച്ചിയും പേയും പറയുകയാണെന്നാ ഞാൻ വിചാരിച്ചെ. എന്തായാലും നിന്നെ ഇങ്ങനെ കുളിപ്പിക്കുമ്പോ പണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന നാച്ചീനെ എനിക്ക് ഓർമ്മ വരുന്നു. അതെന്റെ ഒരു ഡോഗ് ആയിരുന്നു. നിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവൾ. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് എപ്പോഴും കുട്ടികൾ എന്നെ ബുള്ളിങ് ചെയ്യുമായിരുന്നു. പരിക്ക് പറ്റി ചളിയിലെല്ലാം കുളിച്ചു വരുന്ന സമയത്ത് അവൾ എന്റെ മുഖത്ത് നോക്കി അവളെ ഒന്ന് കുളിപ്പിക്കാൻ എന്നോട് പറയും. നീ എന്റെ രോമം മുഴുവൻ വൃത്തിയാക്കിയാൽ ഇന്ന് നിനക്കുണ്ടായ പ്രശ്നം ഞാൻ തീർത്തു തരും എന്ന് അവൾ എന്നോട് പറയുമായിരുന്നു. എന്നെ കിട്ടിയതിൽ അവൾ ഒരുപാട് ഹാപ്പിയാണെന്നും അവൾ പറയുമായിരുന്നു. തന്നെ എപ്പോ വേണമെങ്കിലും കുളിപ്പിക്കാൻ തന്റെ യജമാനനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടാ സാധിക്കുക? എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് അത് എല്ലാവരുമായി പങ്കുവെക്കണമെന്ന് അവൾ എന്നോട് പറയുമായിരുന്നു എന്നവൻ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീറോയാണ്. ഹേയ് കുട്ടി, എന്നോട് ക്ഷമിക്കുക. ഞാൻ നിന്നോട് ശരിക്കും കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എനിക്കിപ്പോ പോണം എന്ന് പറഞ്ഞു റാഗോ ആ ജനാല വഴി താഴോട്ട് ചാടുന്നു. എന്നാ അപ്പോഴാണ് അവന്റെ കാല് പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നത്. ഹേയ്, ഈ രാത്രി നീ എങ്ങോട്ടാ പോകുന്നേ എന്ന് ജീറോ അവനോട് ചോദിക്കുന്നു. എന്ന് ഉറങ്ങിക്കടന്നിരുന്ന അവൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് റാഗോക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ എന്റെ ചെറിയ ട്രിക്സ് അല്ലേ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ രാത്രി നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എങ്ങോട്ട് പോയാലും അത് നീ നോക്കേണ്ട ആവശ്യമില്ല. ഓ, നിന്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്. ഞാൻ നിന്നോട് എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരുടെയും രക്ഷകനായ നീ എന്നെ രക്ഷിച്ചു. എനിക്ക് സുഖം അവിടെ കടന്ന് മരിക്കാനായിരുന്നു എന്ന് റാഗ അവനോട് പറയുന്നു. ഇത് കേട്ട് ജീറോക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹേയ്, നിന്റെ കഥ മുഴുവൻ എനിക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ നീ മരിക്കുന്നത് മാത്രം എനിക്ക് ഓക്കെ ആണെന്ന് പറയരുത്. ഹേയ്, ആരോട് എന്താ സംസാരിക്കണ്ടേന്ന് നിനക്കറിയില്ല. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാൽ നിന്റെ തൊണ്ട ഞാനങ്ങ് കീറിക്കളയും. ഞാൻ പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാനൊരു മോണോനോക്കിയാണ്. മനുഷ്യനെ തിന്നുന്ന ഒരു സ്പെക്ടർ ആണ് ഞാൻ. നീയും ഞാനും ഡിഫറെന്റ് വേൾഡിലുള്ളവരാണ്. എന്നെ വെറുതെ വിട്ടേക്ക്.
ഹേയ്, നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്യുവാണെന്ന് തോന്നുന്നു. ഞാനും നിങ്ങളുടെ കൂടെ ചേരട്ടെ റാഗോ എന്ന് പറഞ്ഞ് നേരത്തെ കണ്ട അയാൾ അങ്ങോട്ട് വരുന്നു. ഹേയ്, ആരാ നീ? ആളുകളുടെ വീട്ടിൽ ഇങ്ങനെ ചോദിക്കാതെയും പറയാതെയുമാണോ കയറുന്നത്? എന്തായാലും ഇപ്പൊ ഞാൻ നല്ല ദേഷ്യത്തിലാ. ഇവിടെ നിന്നും പോകുന്നതാ നിനക്ക് നല്ലത് എന്ന് ജീറോ അവനോട് പറയുന്നു. ഒരു മനുഷ്യനായ നീ എന്നോട് ആജ്ഞാപിക്കുന്നോ എന്ന് പറഞ്ഞ അവൻ ജീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്ന റാഗോ അവനെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. കാട്ടിലോട്ട് ഓടിപ്പോയ റാഗോയുടെ പുറകെ ഓടുവാണ് ആ മോൺസ്റ്റർ. ഞാനും നീയും രണ്ട് ലോകത്തുള്ളവരാണ്, എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് റാഗോ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റാഗോയുടെ പുറകെ ഓടുന്ന ആ മോൺസ്റ്ററിനെയാണ്. റാഗോക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് അവന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് അവൻ ഓടുന്നത്. എന്നാ പെട്ടെന്ന് തന്നെ അവൻ റാഗോയെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് വളരെ കഷ്ടമായി പോയല്ലോ. വിധിയുടെ ബ്ലാക്ക് സ്റ്റാർ എന്നറിയപ്പെടുന്ന ലെജൻഡറി റാഗോ ഇത്രയേ ഉള്ളോ? ഇനി അധികം സംസാരിക്കണ്ട, എന്റെ കൂടെ വന്നേക്ക്. നിന്റെ സീല് പൊട്ടിക്കാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സഹ മോണോനോക്കിനെ കൊല്ലാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിനക്ക് വേണ്ടത് എന്റെ പവർ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ മരണത്തെ നേരിടാൻ തയ്യാറാണെങ്കിൽ വാ, വന്നെടുത്തോ എന്ന് റാഗ് അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും ഒരു ഫൈറ്റിന് തയ്യാറെടുക്കുന്നതാണ്. പെട്ടെന്നാണ് അങ്ങോട്ട് വന്ന ജീറോ തന്റെ സോഡ് ഉപയോഗിച്ച് അവനെ ഒറ്റ വെട്ട അങ്ങ് വെട്ടുന്നത്. കയ്യിന് പരിക്ക് പറ്റിയ ആ മോണോനോഗ് അവിടെ നിന്നും തെറിച്ചു വീഴുന്നു. ഡേയ്, നീ എന്താണ് ചെയ്തേ? നീ ഒരു പൊട്ടനാണോ? നീയാണ് പൊട്ടൻ. നീ ഇപ്പൊ മരിക്കുവാണെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചേ? ഡേയ്, നീ എന്തിനാ ഇതിൽ തലയിടുന്നേ? ഇത് സ്കൂൾ പിള്ളേരെ തല്ലുന്നത് പോലെയല്ല. എങ്ങനെ ദേഷ്യം പിടിപ്പിക്കണമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഒരാളെ രക്ഷിക്കുന്നത് ഒരിക്കലും മണ്ടത്തരമല്ല. ഒരാളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായി ഞാൻ ചെയ്തിരിക്കും. ഹേയ് ഹ്യൂമൻ, നീ വളരെ സ്മാർട്ടാണ്. എന്റെ ഈ രൂപം കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നില്ലേ എന്ന് പറഞ്ഞ മനോനോഗെ ഒരു മോൺസ്റ്ററായി മാറുന്നു. നീ ഒരു ഷിനോബിയാണല്ലേ? ഇത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യും എന്ന് പറഞ്ഞ മോൺസ്റ്റർ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ജീറോ പുറകിലൂടെ പോയി അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ മോൺസ്റ്റർ ജീറോയുടെ വയറ്റിലൂടെ അങ്ങ് കുത്തുന്നത്. നിന്റെ ഫാൻസി നിഞ്ച മൂവ്സ് കാണിക്കാൻ നീ ഒരുപാട് ആവേശത്തിലായിരുന്നു എന്ന് തോന്നുന്നു. നീ ഇപ്പോ തന്നെ തോറ്റുപോയി. ഇനിയും ആവേശം കാണിച്ചാൽ അതെന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ജീറോ തന്റെ സോഡ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് കണ്ട മോൺസ്റ്റർ അവനെ താഴെയിടുന്നു. ഓ, ഇനി നീ എങ്ങനെയാ എന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നേ? ഒരു യഥാർത്ഥ ഷിനോബി എന്ത് ചെയ്യുമെന്ന് എനിക്ക് കാണണം എന്നാ മോൺസ്റ്റർ പറയുന്നു. എന്നാ ഇതിനോടകം ജീറോ മരിച്ചുപോയെന്ന് റാഗോക്ക് മനസ്സിലാകുന്നു. കമോൺ റാഗോ, നിനക്ക് അവനെ കഴിക്കാം, ഞാൻ ഒന്നും പറയില്ല. ഒരുപാട് നാളായല്ലേ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട്. ഭക്ഷണം കഴിച്ചാൽ അത് നിന്നെ നന്നായി ചിന്തിക്കാൻ സഹായിക്കും. ശരി, നിർത്ത്. നിന്റെ കഥ തീർന്നടാ. സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഭ്രാന്തൻ. ഞാൻ ഓടിപ്പോയെന്ന് ഇവൻ ചിന്തിച്ചത് പോലുമില്ല. കാരണം നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അല്ലേ? നിന്നോട് ഞാൻ അതിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞിട്ടും നീ എന്നെ അവഗണിച്ചു. നീ ഇപ്പൊ ഇവിടെ വെച്ച് മരിച്ചാൽ നീ ചെയ്തതെല്ലാം വെറുതെ ആകും. വീണ്ടും നീ വലിയൊരു മണ്ടനാകും. ഓഫ് കോഴ്സ്, നിന്നെ തിന്ന് പഴയതുപോലെ ആക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ ഞാൻ അത് ചെയ്യില്ല. കാരണം ആ ഡീമന്റെ ആജ്ഞകൾ അനുസരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. സോ വേറെ വഴിയില്ല. നീ എന്നെ തിന്നാൻ പോവാണ്. നീ എന്നെ സഹായിച്ചു, അതിനു പകരം ഞാൻ നിന്നെ സഹായിക്കും. ഹേ റാഗോ, നിർത്ത്. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ എന്റെ ജീവൻ നിനക്ക് തരാൻ പോകുക. കണ്ണ് തുറക്ക് ജീറോ. സോ അവിടെ നിന്നും ഒരുപാട് എനർജി പുറത്തോട്ട് വരുന്നു. ഹേ ചീഫ്. യെസ്, ഞാനത് കണ്ടു. കാര്യങ്ങൾ കുറച്ചുകൂടെ കുഴപ്പത്തിലായെന്ന് തോന്നുന്നു. എല്ലാവരും എത്രയും പെട്ടെന്ന് ലൊക്കേഷനിലോട്ട് പോ. ഡാമിയോ റാഗോ, നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് വല്ല ഐഡിയയുമുണ്ടോ? നീ നിന്റെ മുഴുവൻ ശക്തിയും ഒരു മനുഷ്യന് കൈമാറി, അതും ഒരു ഷിനോബിക്ക്. നിന്റെ കൂടെയുള്ള മോണോനോക്കിനെ നീ ഉപേക്ഷിച്ചു. എന്തിന്? എല്ലാം ഒരു മനുഷ്യന് വേണ്ടിയാണോ? ഇത്ര ഒച്ചത്തിൽ സംസാരിക്കല്ലേ. എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹേയ്, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. നിന്റെ അകത്തുള്ളവന് എന്റേതാടാ എന്ന് പറഞ്ഞ മോൺസ്റ്റർ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ജീറോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഹേയ്, അവനെ ഇല്ലാതാക്ക. അതിന് ഞാൻ നിനക്കൊരു കൈ തരാം എന്ന് റാഗോ അവനോട് പറയുന്നു. നീ നിന്റെ കൈ ചുരുട്ടി ആ പീസിനെ നരകത്തിലോട്ട് അയക്ക. സോ ജീറോ തന്റെ കൈ ഉപയോഗിച്ച് അവനെ അങ്ങ് ഇടിച്ചതും അവൻ രണ്ട് കഷ്ണമായി മാറുന്നു.
സോ ആ മോൺസ്റ്റർ അവിടെ നിന്നും ആവിയായി പോകുന്നു. എന്ന ഇതൊന്നും കണ്ട് ജീറോക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹേയ് റാഗോ, കമോൺ, എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ജീറോ പറഞ്ഞതും നേരത്തെ കണ്ട ലേഡി അവന്റെ അടുത്തോട്ട് വരുന്നു. ഹേയ്, അനങ്ങരുത്. കമോൺ, ഇത് നമ്മൾ സ്വയം കണ്ടെത്തിയ ഒരു അച്ചാറ് പോലെയാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഹേയ്, ആ മോൺസ്റ്ററിന്റെ ആരെങ്കിലും ആണോ നീ? കമോൺ, എനിക്ക് അത്ര റൂഡാകാൻ സാധിക്കില്ല. ഞങ്ങൾ മാനനോക്കിയല്ല, ഞങ്ങൾ ബ്യൂറോ ഓഫ് എസ്പിയനോസിന്റെ സിവിൽ സർവൻസ് ആണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഒരു ഗസ്റ്റ് ആണ് നീ എന്ന് പറഞ്ഞ് അവർ അവനെ അടിച്ച് ബോധം കെടുത്തുന്നു. ശരി, ഇവനെ നമ്മുടെ അഫിലിയേറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോ. നമുക്കിവനെ വേണം, ആ മോണോനോക്കിനെയും എന്നവർ പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൺ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതിരിക്കും. ബൈ.